ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും യൂണിവേഴ്സിന് ഹിതമെങ്കിൽ അത് പൂർത്തിയായി തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, നമുക്കിന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് ആത്മാർത്ഥതയോടെയാണോ അതോ ചതിക്കുന്നതിന് വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നത്? ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഞാൻ എന്നെയും എൻ്റെ കാർഡിനെയും യൂണിവേഴ്സിൻ്റെ അതിശക്തിയേറിയ എനർജിയിലേക്ക് സമർപ്പിക്കുന്നു. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ്, ഈ വീഡിയോ ആരാണോ ഓപ്പൺ ചെയ്യുന്നത് അവർക്കുള്ള ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിങ് ലഭിച്ചതിനാൽ ഞാൻ നന്ദി പറയുന്നു. യൂണിവേഴ്സിലെ അതിശക്തിയേറിയ എനർജിയിലേക്ക് എന്നെയും എൻ്റെ കാർഡിനെയും ഞാൻ സമർപ്പിക്കുന്നു. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്തുകൊണ്ടാണ് വ്യൂവേഴ്സിൻ്റെ ലൈഫിൽ നിന്നും മാറിപ്പോയത്? അവരുടെ സ്നേഹം ആത്മാർത്ഥമായിരുന്നോ അതോ വഞ്ചിക്കുന്നതിന് വേണ്ടിയാണോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ലൈഫിലേക്ക് കടന്നു വന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. ഏറ്റവും കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. താങ്ക് യു താങ്ക് യു. ഓപ്പൺ ചെയ്യുന്ന വ്യക്തികളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ലഭിക്കണമേ. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു. ഒന്നിലധികം പേര് നോക്കുന്ന റീഡിംഗ് ആണ്, അതുകൊണ്ട് ഒന്നിലധികം എനർജികൾ വരും. നിങ്ങൾക്കുള്ള എനർജി മാത്രം സ്വീകരിക്കുക, മറ്റുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാറ്റി കൊടുക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ടൈംലെസ് റീഡിംഗ് ആണ്, ആർക്കും കാണാം. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്, അത് പ്രത്യേകം ഓർക്കുക. ആരുടെയും പേഴ്സണൽ റീഡിംഗ് ആയിട്ട് ചിന്തിക്കരുത്. നിങ്ങൾക്ക് ടാരോ റീഡിംഗ് എന്ന് പറയുന്നത് ഭാവിയോ ഭൂതമോ പ്രവചിക്കുന്നതിനുള്ള ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ഒരു ഇമേജ് കാണിച്ചു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ റിലേഷൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഇമേജാണ് പ്രകടമാക്കി തരുന്നത്. നിങ്ങൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ചെറിയ ഒരു ഇമേജ് മാത്രമാണ് കാണിച്ചു തരുന്നത്. നിങ്ങളെ ഒന്ന് ശ്രദ്ധപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ്. നിങ്ങൾക്കൊന്ന് സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി കാണിച്ചു തരുന്ന ഒന്ന് മാത്രമാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. താങ്ക് യു താങ്ക് യു താങ്ക് യു. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4, 12, 3, 8, 18, 9, 13, 4, 1, 7. ഓക്കെ, ഏപ്രിൽ, മാർച്ച്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഏപ്രിൽ, ജനുവരി, ജൂലൈ. ഇപ്പോൾ ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്ന രാശി കൂടി പറയാം. ഏരീസ് വന്നിട്ടുണ്ട്. വെർഗോ, ഏരീസ് എന്ന് പറയുമ്പോഴത്തേക്ക് മേഡം, വെർഗോ, കന്നി, പൈസീസ്, മീനം, വെർഗോ, ലിബ്ര വന്നിട്ടുണ്ട്. കന്നിയും ലിബ്രയും വന്നിട്ടുണ്ട്. തുലാരാശിയും വന്നിട്ടുണ്ട്. ഓക്കെ, ലിയോ വന്നിട്ടുണ്ട്. ചിങ്ങം. ഇനിയും എല്ലാ രാശികളും ഇതിൽ വരും. ഓക്കെ ഓക്കെ, നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ കടന്നു വന്നത് വഞ്ചിക്കുന്നതിന് വേണ്ടിയിട്ടാണോ യഥാർത്ഥ സ്നേഹത്തോടു കൂടിയാണോ എന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഏരീസ് ആണ്. കുറച്ച് സ്റ്റെപ്പ് ഓൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ പേഴ്സൺ? ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ചില ആറ്റിറ്റ്യൂഡായിട്ട് അല്ലെങ്കിൽ അവരെ കാണാൻ തന്നെ ഒരുപാട് പൈങ്കിളി അല്ലെങ്കിൽ ഒരു ഭയങ്കര റൊമാൻറ്റിക് ടൈപ്പുള്ള വ്യക്തിയായിട്ട് അവരെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നത്തില്ല. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൃഥ്വിരാജിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു മറിയുന്ന ഒരു വ്യക്തിയായിട്ടൊന്നും നമുക്ക് തോന്നത്തില്ല. നല്ല സ്റ്റെപ്പ് ബോണുള്ള നല്ലൊരു വ്യക്തി ആയിട്ടൊക്കെ തോന്നുന്ന അതുപോലെ അത്രയും പൗരുഷമുള്ള അല്ലെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും കാണുമ്പോഴത്തേക്ക് നമുക്കൊന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ തോന്നുന്ന ഒരു വ്യക്തിയാണോ നിങ്ങളുടെ പേഴ്സൺ? അപ്പോൾ അങ്ങനെയുള്ളവർ നോക്കുക. അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. എപ്പോഴും ഒരു പൈങ്കിളി അല്ലെങ്കിൽ പ്രണയവുമായിട്ട് ഒരുപാട് ഇഴുകിച്ചേർന്ന് ഇമോഷണലായിട്ട് നിങ്ങൾ പഞ്ചാര അടിച്ച് നടക്കുന്നതായിട്ടുള്ളൊരു സ്വഭാവമല്ല. അവർ ഇമോഷൻ ഉണ്ടെങ്കിലും അത് വലുതായിട്ട് പ്രകടമാക്കാത്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എല്ലാം അതിൻ്റേതായ ചിട്ടയും അച്ചടക്കത്തോടു കൂടി പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഇത് നിങ്ങളുമായിട്ട് റിലേഷൻ ഉണ്ടാകുന്നതിന് മുമ്പേ അവരുടെ ജീവിതത്തിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. അവർ ഒരു ട്രോമയിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. അവരുടെ ജീവിത സാഹചര്യം ചിലപ്പോൾ അതായിരിക്കാം. അവർ ചെറിയ കാലങ്ങളിൽ വളർന്നു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ വീടുകളിൽ നിന്ന് അവർക്കൊരു സപ്പോർട്ടോ സ്നേഹമോ കെയറിങ്ങോ ഒന്നും ലഭിക്കാതെ വളർന്ന ഒരു കുട്ടിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. അപ്പം അവർക്ക് ആ പ്രണയം എന്താണ് അല്ലെങ്കിൽ കെയറിങ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് അവർ കണ്ടു വളർന്നിട്ടില്ല. അപ്പം മാത്രമല്ല അവരേതെങ്കിലും റിലേഷൻഷിപ്പിൽ മുതിർന്നതിന് ശേഷം അവരേതെങ്കിലും റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ചീറ്റിങ്ങും ഉള്ള പല കാര്യങ്ങളും ലഭിച്ചത് കൊണ്ട് അവർക്ക് റിലേഷൻഷിപ്പിലേക്ക് അധികം ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഭയമുള്ള ഒരു വ്യക്തിയായിരിക്കും. അവർ ഓവർ തിങ്കിങ് ഉള്ള വ്യക്തിയായിരിക്കും. ഓക്കെ, അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇതിന് മുന്നേ എന്തെങ്കിലും ഒരു റിലേഷൻ തകർച്ച അല്ലെങ്കിൽ ഒരു ചീറ്റിങ്
ലഭിച്ച വ്യക്തി ആയതുകൊണ്ട് നിങ്ങളുമായിട്ട് ഉള്ള റിലേഷനെ അവർ എപ്പോഴും സംശയത്തോടു കൂടിയാണ് നോക്കിക്കണ്ടിരുന്നത്. നിങ്ങൾ അവരെ ഉപേക്ഷിക്കും, ചതിക്കും എന്നുള്ളത് കാരണം അവർക്ക് നിങ്ങളുടെ റിലേഷനോട്ട് മുന്നോട്ടുള്ള ഒരെണ്ണത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഭാവിയെക്കുറിച്ച് അവർക്ക് വലിയ എക്സ്പെക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇത് ഏത് നിമിഷവും എന്നെ ഉപേക്ഷിച്ച് പോകും, അല്ലെങ്കിൽ ഇതിനധികം ഇതൊന്നും കാണത്തില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് അവസാനിക്കും എന്നുള്ള ഒരു മൈൻഡോട് കൂടി നോക്കിക്കണ്ടിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അവർക്ക് നിങ്ങളുടെ അടുത്ത് വരുന്നു എടുക്കുന്നു ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ റിലേഷൻഷിപ്പ് ലോങ് പോകുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. രണ്ട് മനസ്സോടു കൂടിയായിരിക്കും എപ്പോഴും നിങ്ങളടുത്ത് നിങ്ങളുടെ പേഴ്സൺ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. ചില സമയത്ത് പറയും നിർത്തിപ്പോകാം, അല്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കാം, നമുക്ക് ഈ റിലേഷൻ മുന്നോട്ട് പോകുമെന്ന് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞു പോവുകയും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വന്ന് നിങ്ങളുമായിട്ട് വീണ്ടും നല്ല രീതിയിൽ സംസാരിക്കുകയും വീണ്ടും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തിയായിരിക്കാം, ഏതെങ്കിലും സ്ഥലത്ത് ഒരു പ്രിൻസിപ്പളോ അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ആ പുള്ളിയുടെ കീഴിൽ ഉത്തരവാദിത്തങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീമെയിലായാലും മെയിലായാലും അവരായിരിക്കും ഒരു സ്ഥലത്തെ ഒരു പ്രിൻസിപ്പൾ, ഒരു ഉയർന്ന പോസ്റ്റ് അവർക്ക് തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണെങ്കിലും അവരായിരിക്കും എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചോദിച്ച ചോദ്യത്തിന് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടർന്ന് പോകുമെന്ന് വിശ്വാസമില്ലായിരുന്നു. ഇത് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മുൻ ജീവിതങ്ങളെ പോലെയും ഇതും ബ്രേക്ക് ആകുമെന്ന് വിശ്വസിച്ച് നിങ്ങളിലേക്ക് വന്നു. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായ സമയത്ത് അവർ വിചാരിച്ചു ഇത് അവസാനിച്ചു, ഇനി തീർന്നു എന്ന് വിചാരിച്ച് പോയതാണ്. ഒരിക്കലും അത് ചീറ്റിങ്ങുമല്ല, എന്നാൽ അവരുടെ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറേ ട്രോമാസുകൾ, അവരുടെ ജീവിതത്തിൽ മുന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവർക്ക് നിങ്ങളുടെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നതെന്ന് അവർ ഇരുത്തി വിശ്വസിക്കുകയും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിന് അവരോരോരോ കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഓക്കെ, ചതിക്കുക എന്നുള്ള ഉദ്ദേശം ഇവിടെ ഇല്ല, പക്ഷേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ മണിച്ചിത്രത്താഴിൽ ശോഭനയ്ക്കുള്ളതുപോലെ അത് വീണ്ടും ആവർത്തിച്ചതായിട്ടൊക്കെ തോന്നും. ഓക്കെ, അവരുടെ ലൈഫിൽ മുമ്പുണ്ടായിരുന്ന ചതിച്ചിട്ട് പോയ വ്യക്തിയാണ് വീണ്ടും, അല്ലെങ്കിൽ അവരെ ചതിക്കാനായിട്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ള അതൊക്കെ വെച്ച് അവർക്ക് നിങ്ങളുമായിട്ടുള്ള ഒരു ഡീപ്ലി ഉള്ളൊരു വിശ്വാസമോ സ്നേഹമോ കാര്യമോ അവർക്ക് പതുക്കെ ഇല്ലാണ്ടായി. ഓക്കെ, അടുത്ത നോക്കാം. എന്തുകൊണ്ടാണ് പേജ് ഓഫ് ഫാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഏപ്രിൽ മാസവും ഫെബ്രുവരി മാസവും വന്നിട്ടുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് ഫാൻസ് വന്നിരിക്കുന്നത്? ഒരു ഫാൻറ്റസി ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അടിച്ചു പൊളിച്ച് ജീവിക്കണം, കറങ്ങി അടിച്ച് ജീവിക്കണം, ലോകം ചുറ്റണം, എന്തിനും വിജയം വേണം എന്ന് വിചാരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും നിങ്ങളുടേത്, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിയും ആകാം ഇത്. ഓക്കെ, എന്ത് പ്രശ്നങ്ങൾ വന്നിരുന്നാലും ഇന്നത്തെ ദിവസത്തിൽ സന്തോഷിക്കുക എന്നുള്ള ചിന്തയിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് വിശ്വാസങ്ങളിൽ, അവരുടെ മതവിശ്വാസമായിരിക്കാം, ആചാരങ്ങളിലായിരിക്കാം, അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കുടുംബാംഗങ്ങളിൽ ഐക്യത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ മതത്തെ വിശ്വാസത്തെ വിട്ട് അവർക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് അവർക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അവർ എപ്പോഴും അവരുടെ ജാതി മതത്തെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിച്ചിരുന്നാലും അതിനെ സൈഡ് ഒതുക്കി വെച്ചുകൊണ്ട് അവർ അന്നത്തെ ദിവസം അവർ സന്തോഷിക്കും. ഇപ്പം വീട്ടിൽ വലിയൊരു പ്രശ്നം, എക്സാമ്പിൾ പറയുകയാണ്, വലിയൊരു പ്രശ്നം വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംഭവങ്ങളെല്ലാം വീട്ടുകാരെല്ലാം ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു ട്രിപ്പൊക്കെ അടിച്ച് ഒരു യാത്രയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് ജീവിക്കുക. ആ ടെൻഷനാണോ അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. അവരെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും അവരെ ബാധിക്കത്തില്ല. അതവർ സൈഡിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നതിന്, സെൽഫ് ലവ് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ എനർജിയുള്ളൊരു വ്യക്തിയാണ്. സെൽഫ് ലവ് ചെയ്യുന്നതിന് അവർ സ്വന്തം കാര്യം ചിന്താവ എന്നുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം വന്നിരുന്നാൽ പോലും അവരത് സൈഡ് ഒതുക്കും. അവർക്ക് എന്താണോ സന്തോഷമുള്ളത് കണ്ടെത്തും. അപ്പം ഇത് സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയെ കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. അവർക്ക് എപ്പോഴും ഫ്രീഡമാണ് വേണ്ടത്. ആരും അവരെ നിയന്ത്രിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരെ നിയന്ത്രിക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും അവർ ദൂരേക്ക് മാറുന്നതായിരിക്കും. ഓക്കെ, അവർക്ക് ഒരുപാട് നോളജുള്ള വ്യക്തിയായിരിക്കും. മറ്റുള്ളവരെ ഉപദേശിക്കുന്നതിൽ അവർ ഭയങ്കര മിടുക്കരായിരിക്കും. അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ ഇത്രയും നോളജുള്ളൊരു വ്യക്തിയാണോ, ലൈഫിനെ കുറിച്ചാണെങ്കിലും എന്തിനെക്കുറിച്ചാണെങ്കിലും അതീവമായ ജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഒരുപാട് പേർക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് സംസാരിക്കുന്നത് ഒരുപാട് ഇഷ്ടമായ സംസാരം കൊണ്ട് ആരെയും കീഴ്പ്പെടുത്തുന്ന വ്യക്തിയായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണുന്നത് പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരി, ഇതിൽ കാണുന്നത് അവർക്ക് നിങ്ങളോട് താല്പര്യം തന്നെയാണ്. ഒരു വിവാഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ ബന്ധുക്കളെ അറിഞ്ഞുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അവർക്ക് നല്ല രീതിയിൽ താല്പര്യം തന്നെയാണ്. നിങ്ങളെ സ്വന്തമാക്കണമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് എല്ലാം നിയമപരമായിട്ട് തന്നെ. കാരണം നാളൊരു സമയത്ത് അവർക്ക് ചീറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വരാൻ പാടില്ല എന്ന് വെച്ച് എല്ലാവരും അറിഞ്ഞ്
ഒരു നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു നല്ല റിലേഷനാണ്. ഇത് ആരുടെ എനർജി എന്ന് അറിയത്തില്ല, എനർജി തന്നെയാണ്. ഒരു പക്ഷേ നിങ്ങളുടെ വിവാഹം നടന്നിട്ടുണ്ടായിരിക്കാം, അവർ ഏതെങ്കിലും അമ്പലത്തിലോ മറ്റോ വെച്ച് നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം, ഏതെങ്കിലും പുണ്യസ്ഥലങ്ങളിൽ വെച്ച് നിങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കാം. ചെയ്തിട്ടും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ അകന്നു നിൽക്കുന്നത് ഒന്നെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പൂർണ്ണമായും വിട്ടുപോയിട്ടുണ്ടായിരിക്കാം. നോക്കാം, ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇത്രയേറെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ഒരു പക്ഷേ നിങ്ങളുടെ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങൾ അകറ്റിയത്. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും എൻ്റെ വ്യൂസിനെ വിട്ടുപോയത്? ഇത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും സ്വന്തമാക്കണമെന്ന് വിചാരിച്ചിട്ടും എന്തുകൊണ്ടാണ് അകന്നു പോയത്? പ്രാധാന്യമായിട്ടുള്ള മറ്റൊരു ഫ്രണ്ട് കൂടി അവരുടെ ലൈഫിലുണ്ടായിരുന്നു. നിങ്ങൾ കൂടാതെ അവർ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഫ്രണ്ട് കൂടി അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. രണ്ട് സിറ്റുവേഷനിൽ അവർ ജഗ്ലിംഗ് ആയിരുന്നു. ഓക്കെ, അവരുടെ ലൈഫിലെ അവർ ചിലപ്പോൾ ഒരുപക്ഷെ ഒരുപാട് സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് അവരുടെ ലൈഫിലുണ്ടായിരുന്നു. അപ്പം നിങ്ങളെക്കാളും കൂടുതൽ വാല്യൂ അവരുടെ വാക്കുകൾക്കോ അല്ലെങ്കിൽ അവർക്ക് കൊടുത്തത് കൊണ്ടാണ് നിങ്ങളിൽ നിന്നും അവർക്ക് മാറിപ്പോകേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെബോണായിട്ട് പൃഥ്വിരാജുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് സംഭവിച്ചത്? അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയി നോക്കട്ടെ. ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ നിന്ന വ്യക്തിക്ക് ട്രോമയാണെന്ന് മനസ്സിലായി, അത് ട്രോമ മൂലമാണ് മാറിപ്പോയത്. എങ്കിലും നോക്കട്ടെ, എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടും എൻ്റെ വ്യൂസിൽ നിന്നും മാറിപ്പോയത്, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ എന്തുകൊണ്ടാണ് കാണിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ദീദി ഐ എസ് യു ഓഫ് കറോ. അവർക്ക് കൂടുതലും പണത്തിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓക്കെ, അവർ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ താല്പര്യം കൊടുക്കത്തില്ല. സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ അവരുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ കൂടുതലും ഇഷ്ടപ്പെട്ടിരുന്നത്. അപ്പം അവരുടെ ലൈഫിൽ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടോ ഏതെങ്കിലും വ്യക്തികൾ കടന്നു വരികയോ അല്ലെങ്കിൽ ജോലി ആയിട്ടുള്ള കാര്യങ്ങൾ കടന്നു വരികയോ ചെയ്തത് കൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ടൊരു ദൂരം അവർ വെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻഡിക്കിൾ വന്നതെന്ന് നോക്കാം. പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്, എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? ഒരു ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, ഹാർഡ് വർക്ക്, ജോലിയോട് ഒരുപാട് ആത്മാർത്ഥതയുള്ള വ്യക്തിയായിരിക്കാം. അവർക്ക് 2ാം സ്ഥാനം മാത്രമേ റിലേഷനുള്ളൂ. 1ാം സ്ഥാനം എപ്പോഴും അവരുടെ കരിയറിന് കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, അതല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ആയിരിക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് കടന്നു പോകുന്നതിന് കാരണവും ഇത് തന്നെയാണ്. ഒരു പഴയ സുഹൃത്ത് അവരുടെ ജീവിതത്തിലേക്ക് എന്നേക്കുമായിട്ട് എനിക്ക് തോന്നുന്നു മുമ്പ് അവരെ ഉപേക്ഷിച്ച് പോയ വ്യക്തികൾ ആരെങ്കിലും അവരുടെ ലൈഫിലേക്ക് കടന്നു വന്ന് ഒരു ന്യൂ ബിഗിനിങ്ങിനെ തുടങ്ങി. അപ്പോൾ അവർ നിങ്ങളെ വിട്ടുകളഞ്ഞു. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്കൊരു ആശ്വാസ കേന്ദ്രമായിട്ട് ഓടി നിങ്ങളിലേക്ക് അടുത്ത് വരും. അവരിൽ നിന്ന് വിട്ടുപോയ വ്യക്തികൾ തിരിച്ച് അവരിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്നുമല്ലാത്ത രീതിയിൽ നിങ്ങളെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ നിന്ന് അതേ സ്ഥാനത്ത് നിങ്ങളെ തള്ളിയിട്ടുകൊണ്ട് അവർ മറ്റൊരു അല്ലെങ്കിൽ ആ പഴയ റിലേഷൻഷിപ്പിലേക്ക് തന്നെ അവർ കടന്നു പോകും. അപ്പോൾ ഇതാണ് ചില വ്യക്തികളിൽ വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ കാരണം എന്ന് ചോദിച്ചതിൽ അവരുടെ മുന്നേ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തിരിച്ച് അവരിലേക്ക് കടന്നു വന്നു. അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് ആത്മാർത്ഥതയല്ലായിരുന്നു, നിങ്ങളുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പക്ഷേ ഒരു സ്റ്റെപ്പിനി ആയിട്ട് മാത്രമാണ് നിങ്ങളെ ഉപയോഗിച്ചിരുന്നത്. ക്ഷമിക്കണം, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചത് കൊണ്ട്. അങ്ങനെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് മാത്രം അതെടുക്കാം. കാരണം മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പകരക്കാരിയായി മാത്രം അല്ലെങ്കിൽ ഒരു പകരക്കാരനായിട്ട് മാത്രം അവർക്ക് സഹായവും അല്ലെങ്കിൽ അവർക്ക് ആശ്വാസവും അവർക്ക് മൈൻഡ് ശരിയാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിച്ച ഒരു വ്യക്തിയാണോ നിങ്ങൾ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിച്ചത്. അതിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ മാത്രം ഉപയോഗിച്ച് നിന്നിട്ട് നിങ്ങളെ നിഷ്പ്രയാസം തള്ളിക്കളഞ്ഞു. ഒരു താൽക്കാലിക ഷെൽട്ടറായിട്ട് മാത്രമാണ് നിങ്ങളെ കണ്ടിരുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് ആൾ വന്നതുകൊണ്ട് നിങ്ങളെ ഉപേക്ഷിച്ചു. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഓർമ്മ വരുമ്പോഴത്തേക്ക് അവർ നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാറുണ്ട്. പക്ഷേ നിങ്ങളെ വിട്ട് കളയുന്നില്ല. ചിലവർ അത് വിട്ട് കളയുന്നില്ല. വീണ്ടും എന്തെങ്കിലും ജീവിതത്തിലൊരു അവിടെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും നിങ്ങളെ ഓർമ്മ വരും. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരുന്നു, സ്നേഹം കാണിക്കുന്നു. എല്ലാവർക്കും ഇത് റെസനേറ്റ് ആകത്തില്ല. റെസനേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, ഇല്ലാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക. എന്തുകൊണ്ടാണ് മൂൺ കാർഡ് വന്നിരിക്കുന്നത്? പ്ലീസ് കേട്ട് മീ മദർ യൂണിവേഴ്സ്. ചിലവരുടെ ലൈഫിൽ താളം തെറ്റിക്കിടന്ന സമയമുണ്ടായിരുന്നു. എപ്പോഴും അവർക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ, പരാതികൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം അവരെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്നു. ഒരിക്കലും അവർക്ക് സപ്പോർട്ട് ചെയ്യാനോ അവരുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റിയോ ഒന്നും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നില്ല. ആരും അവരെ സഹായിക്കാനോ ആശ്രയിക്കാൻ പോലും അവർക്ക് ആരും ഇല്ലാതിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ദൈവദൂതനെ പോലെ അല്ലെങ്കിൽ ഒരു മാലാഖയെ പോലെ അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായിരിക്കാം ഇങ്ങനെ ഒരു എനർജി വന്നിരുന്നത്. ഓക്കെ,
ആ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതെങ്കിൽ, നിങ്ങൾ 10 ഓഫ് സോഡിൻ്റെ എനർജിയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബേർഡൻ അനുഭവിച്ച് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളെ കൈ പിടിച്ചു വന്ന് ഒരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അവർ നിങ്ങളെ മുതലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഇമോഷനെ അവർ മുതലാക്കുകയായിരുന്നു, നിങ്ങളുടെ സങ്കടത്തെ അവർ മുതലാക്കുകയായിരുന്നു, നിങ്ങളെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളെ ശാരീരികമായി യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പണത്തെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ടൈം പാസിന് വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വന്ന വ്യക്തിയായിരുന്നു. നിങ്ങളിലേക്ക് അധികം കെയറും അധികം സ്നേഹവും അവർ നൽകി. നിങ്ങളുടെ ദുഃഖങ്ങൾക്കെല്ലാം അവർ പരിഹാരമായി. നിങ്ങൾക്ക് ഇത്രത്തോളം ആശ്വാസം അവരായി. നിങ്ങളുടെ ഭാരങ്ങളെല്ലാം അവരെടുത്ത് മാറ്റി നിങ്ങളെ അവർ പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, നിങ്ങളിൽ പെട്ടെന്നൊരു മാറ്റമാണ് അവർ വന്നതിന് ശേഷം. സങ്കടത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിച്ചത്. നിങ്ങൾ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രണയമാണ് എന്നൊക്കെ വിചാരിച്ച്, ഇത് നിങ്ങളുടെ സ്വന്തമാണെന്ന് വിചാരിച്ച് നിങ്ങൾ അവരുമായി ശാരീരിക ബന്ധത്തിലും ഏർപ്പെട്ടു. ശാരീരിക ബന്ധത്തിന് ശേഷം അവരുടെ പൊടി പോലും കാണാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു തുക, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ളൊരു വലിയൊരു തുക അവർ നിങ്ങളിൽ നിന്ന് സ്വന്തമാക്കിക്കൊണ്ട് നിങ്ങളിൽ നിന്ന് കടന്നുപോയി. വലിയ ഒരു ചീറ്റിംഗ് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇത് എനർജി കറക്റ്റ് ആവത്തില്ല. ഈ എനർജി കറക്റ്റ് ആവുന്നവർ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക. അവരുടെ കയ്യിൽ ഒരു പാവയായിട്ട് ഇപ്പോഴും ചിലർ, എല്ലാവർക്കും മൂവ് ഓൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും താൻ ചീറ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും മറ്റൊരാളിൻ്റെ കയ്യിൽ പാവയാണ്, അവരുടെ ശാരീരിക നീഡ്സിന് വേണ്ടിയിട്ടോ സാമ്പത്തിക നീഡ്സിന് വേണ്ടിയിട്ടാണോ എന്നെ ഉപയോഗിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയിട്ടും അതിൽ കൂടി നിന്ന് രക്ഷ പോലും പെടാൻ കഴിയാതെ ചില വ്യക്തികൾ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവർക്ക് ഓൾറെഡി ഒരു സങ്കടത്തിലായിരുന്ന വ്യക്തിയായിരുന്നു ഒന്ന്. അപ്പം അവർക്ക് അല്പനേരത്തേക്ക് മാത്രം ഒരു സൂര്യോദയം കൊടുത്തിട്ട് ജീവിതകാലം മുഴുവനും അവരെ ഒരു കൺട്രോളിങ്ങിൽ, അല്ലെങ്കിൽ ഒരു ഇരുട്ട് റൂമിൽ ഒരു ഡബിൾ എനർജിയിൽ തന്നെ പിടിച്ചിടുന്നതിന് കാരണമായി. ഓക്കെ, ഇതെല്ലാവർക്കും എനർജി വരത്തില്ല. എനർജി വരുന്നവർ മാത്രം അത് ഏറ്റെടുക്കുക, ഇല്ലാത്തവർ വിട്ടുകൊടുക്കുക. ഒന്നിലധികം ആൾക്കാർ കാണുന്നത് കൊണ്ട് പലരുടെയും എനർജിയാണ് കടന്നു വരുന്നത്. ഇതിലേതാണ് നിങ്ങളുടെ എനർജി എന്ന് നോക്കുക. ചില വ്യക്തികൾക്ക് ഒന്നിലധികം എനർജി റെസനേറ്റ് ആകും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ വിട്ടുപോയത്? ചതിക്കാനാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു എനർജി കടന്നു വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ക്യൂൻ ഓഫ് സോഡ് വന്നിരിക്കുന്നത്? എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാം ഇത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് ആയിരിക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾക്ക് മധ്യത്തിൽ കൂടി നിങ്ങൾക്ക് ഏറ്റവും ആശ്വാസമായി നിങ്ങളെ ഉപദേശിക്കുന്ന രീതിയിലുള്ളൊരു വ്യക്തിയാണ് കടന്നു വന്നിരിക്കുന്നത്. അവർ നിങ്ങൾക്ക് ഒരുപക്ഷെ ഫേസ്ബുക്കോ മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പരിചയപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ ചില ഫ്രണ്ട്സുകൾ വഴി നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയായിരിക്കാം. നിങ്ങളെ സാഹസികമായി നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു, നിങ്ങൾക്ക് സപ്പോർട്ട് തന്നു, നിങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ച വ്യക്തി ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. നിങ്ങൾ തളർന്നിരുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും എനർജി മാറി വരാം. തളർന്നിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ നിങ്ങളുടെ മോട്ടിവേഷനോ കാര്യങ്ങളോ കൊണ്ട് അവരൊരുപാട് സ്ട്രോങ് ആകുകയും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതാകി തീരുകയും ചെയ്യുക വ്യക്തിയായിരിക്കാം. അവർ ജോലി ഇല്ലാതിരുന്ന വ്യക്തിയായിരിക്കാം, ജോലി സ്വന്തമായിട്ട് നേടി അവർക്ക് ഏറ്റവും ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി മാറിയപ്പോൾ നിങ്ങൾക്ക് വിലയില്ലാണ്ടായതായിരിക്കാം. ഓക്കെ, ഒന്നുമല്ലാതിരുന്ന വ്യക്തിയെ ചിലപ്പോൾ നിങ്ങൾ പഠിപ്പിച്ച് കാണും. നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വസ്ത്രങ്ങളും പണവും എല്ലാം കൊടുത്ത് കടന്നു പോകാൻ കഴിയാത്തതായിട്ടുള്ള വശങ്ങളിൽ നിങ്ങൾ മാനസിക ബലം കൊടുത്തു. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്നും ഇപ്പുറം കടക്കണമെങ്കിൽ ഇവിടെ വാളാണ് നിൽക്കുന്നത്. വാളെന്ന് പറയുമ്പോൾ മാനസിക ബലത്തെ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുന്നതിന് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പക്ഷേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബലം കൊടുത്തിട്ടുണ്ട്, മാനസിക സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉപദേശങ്ങളും ഹെൽപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഇതുപോലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തി ആയി തീർന്നപ്പോൾ, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി അവരുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ, ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള സ്ട്രെങ്തും കാര്യങ്ങളും ഒക്കെ അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് സ്ഥാനമില്ലാണ്ടായി. ഓക്കെ, പിന്നെ നിങ്ങൾ അവരിൽ ഉപദേശിക്കുന്നതെല്ലാം അവർക്ക് ബേർഡനായിട്ട് മാറിക്കൊണ്ടിരുന്നു, അതവർക്ക് ടെൻഷനായി മാറിക്കൊണ്ടിരുന്നു. നിങ്ങൾ ആരാണ് ഉപദേശിക്കാൻ എന്നുള്ളതായി, എൻ്റെ സ്വാതന്ത്ര്യത്തെ കൈകടക്കാൻ നിങ്ങൾ ആര് എന്നുള്ള ചോദ്യങ്ങളായി, അങ്ങനെ പല കാര്യങ്ങളും അവർ വന്ന വഴി മറന്നു പോയിരുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. മറ്റു ചില വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നിങ്ങളുടെ പിറകെ നടന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രോത്ത് കണ്ട്, നിങ്ങളുടെ ഒരു നല്ല ജീവിതം കണ്ട്, നിങ്ങളാണ് അവരുടെ എല്ലാം എന്ന് സങ്കല്പിച്ച് നിങ്ങളുടെ പിറകെ വന്ന് നിങ്ങളെ ഒരുപാട് മനസ്സിൽ ഇഷ്ടപ്പെട്ട് കാത്തിരുന്ന ചില വ്യക്തികൾ ഉണ്ടായിരുന്നു.
ഓക്കെ, നിങ്ങളെ ഫാമിലി ആയിട്ട് കാണണമെന്നും ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചിരുന്നാലും നിങ്ങളെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് തന്നെ അവരെന്ത് സാഹസികതയും നേരിടാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ച് നിങ്ങളിലേക്ക് കടന്നു വന്ന് ഏറ്റവും പ്യുവറായിട്ടുള്ള സ്നേഹങ്ങളും നിങ്ങളുടെ ഇടയിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെന്താണ് സംഭവിച്ചതെന്ന് നോക്കട്ടെ. ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്താണ് പിന്നീട് സംഭവിച്ചത്? ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ കാണുമായിരിക്കും. എന്തെങ്കിലും ഓൺ ആൻഡ് ഓഫ് വഴക്കും പിണക്കവും ഇല്ലാത്ത സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വഴക്കോ വായിൽ സംസാരങ്ങളൊക്കെ കാരണം ഒരു പിണക്കോ വഴക്കോ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ടാരോ റീഡ് വന്ന് നോക്കരുത്. ടാരോ റീഡ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും പ്രശ്നങ്ങളുള്ളവർ മാത്രം ഈ ടാരോ റീഡ് നോക്കുക. അല്ലാതെ നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ടാരോ റീഡ് നോക്കാൻ ശ്രമിക്കരുത്. ഒരു റീയൂണിയൻ എന്തായാലും ഇവിടെ ഉണ്ട്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഞാൻ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചതാണ്, ഇപ്പോൾ 2 മെഴുകുതിരിയായിട്ട് തീർന്നിരിക്കുന്നു. ദൈവമേ താങ്ക് യു. ഇത് ആർക്കൊക്കെ ഉള്ള എനർജിയാണെന്നറിയത്തില്ല. നിങ്ങൾക്ക് ഈ എനർജി സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഞാൻ ഒരു മെഴുകുതിരിയാണ് വെച്ചിരുന്നത്, ഇപ്പം 2 മെഴുകുതിരിയായിട്ട് തീർന്നിരിക്കുന്നു. ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. റീയൂണിയനാണ്. ഈ എനർജിയിൽ ആരൊക്കെ നിൽക്കുന്നോ അവർക്കെല്ലാവർക്കും റീയൂണിയൻ സംഭവിക്കുന്നതായിരിക്കും. ട്വിൻ ഫ്ലെയിമിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് സൃഷ്ടിയിൽ ഒരാത്മാവിനെ 2ആയിട്ട് വിഭജിച്ച് 2 ശരീരങ്ങളിലാക്കിയിട്ട് സൃഷ്ടിക്കുന്നതിനെയാണ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഇരട്ട കുട്ടികൾ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇത് ഞാൻ ഒറ്റ മെഴുകുതിരിയാണ് വെച്ചിരുന്നത്, അത് 2ആയി തീർന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ എനർജി ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. നിങ്ങളുടെ എനർജി ആണെന്ന് നിങ്ങൾക്ക് ഏറ്റെടുക്കാം. അത്ഭുതം സംഭവിക്കാം. ഓക്കെ, നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവനവൻ്റെ വിശ്വാസമാണ്. ഇവിടെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. എല്ലാ ശക്തിയും നിങ്ങളുടെ ഉള്ളിലാണ്. പുറമേ ഉള്ള ഒരു ശക്തിയുമില്ല. ഇവിടെയുള്ള യൂണിവേഴ്സ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുമുണ്ട്. എൻ്റെ കരങ്ങളിലും എൻ്റെ ശബ്ദത്തിലുമുള്ള അതേ എനർജി തന്നെയാണ് നിങ്ങളുടെ കൂടെയുമുള്ളത്. നിങ്ങൾ പവർഫുള്ളായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ടത് നല്ലതുപോലെ തന്നെ നല്ല പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും. വിശ്വാസമാണ്, അഫർമേഷനാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോന്നും സംഭവിക്കുന്നത്. പല വ്യക്തികളും തേർഡ് പാർട്ടിയുമായിട്ടാണ് എന്ന് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് ഒരുപാട് അടുത്തു പോകുന്നത്. നിങ്ങളാണ് ചിലപ്പോൾ അവർ തങ്ങളെ അടികൂടി പിരിയാൻ നിൽക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾ പറയുന്നത് എൻ്റെ പേഴ്സൺ, നിങ്ങൾ അറിയുന്നില്ല അവർ തങ്ങളെ അടികൂടിയ കാര്യം. പക്ഷേ നിങ്ങളിവിടെ നിന്നുകൊണ്ട് പറയും എൻ്റെ പേഴ്സണും തേർഡ് പാർട്ടിയും തങ്ങൾ ഭയങ്കര സ്നേഹത്തിലും ഇതിലും ഒരുമിച്ച് അവർ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അഫർമേഷൻ കാരണം നിങ്ങളിപ്പം ഇമോഷണലായിട്ട് നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ അഫർമേഷൻ ലഭിക്കും. ആ ഒരു സമയത്ത് പിണങ്ങി നിൽക്കുന്നവർ പെട്ടെന്ന് ഒന്നാകും. അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയും പേഴ്സണേയും തങ്ങൾ ഒരുമിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ഇത് നിൽക്കുന്ന വ്യക്തി, അപ്പോൾ ഈ ഒരു എനർജിയിൽ തന്നെയാണ് ഞാൻ ഇത് കാണാനും കാരണം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ കാണുന്നുണ്ട്. ഓക്കെ, ഇത്രയും നേരം ഞാൻ ആ ഒരു കാര്യം കണ്ടില്ല, കത്തിച്ച് വെച്ചിട്ട് അധികം സമയമായില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ഇത്രയും വലുത് വരണം, അത് അത്ഭുതം തന്നെയാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു മാറ്റം, വിഷമം എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ്. അയ്യോ, നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങളിപ്പോൾ ഡിപ്രഷനിലാണ്. എന്താണ് ഇത്രയും വലിയ വിഷമങ്ങൾ? നിങ്ങളുടെ പ്ലാനിങ് എന്ത് പറ്റി? ഭയങ്കര വേദനയാണല്ലോ. നിങ്ങളുടെ ഇടയിൽ എന്തോ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഡിപ്രഷനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ സംഭവിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ പ്ലാനിങ് ഒന്നും ശരിയായിട്ടില്ല. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 9 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ഈ എനർജിയിലുള്ള വ്യൂസിൻ്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് ഒന്നാവാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളുടെ ലൈഫിൽ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? 7 ഓഫ് വാൻസ്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഇടയിലേക്ക് പെട്ടെന്ന് കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചതുപോലെ ഒന്നും ലൈഫിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കാം പെട്ടെന്ന് നിങ്ങളുടെ റിലേഷനെ തകർത്ത് മാറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ, അവർ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ മറ്റ് പ്രശ്നങ്ങൾ വരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു നല്ല ലൈഫ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും അവർ കാണുന്നില്ല. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ജോലി സംബന്ധമായിട്ടോ സാമ്പത്തിക സംബന്ധമായിട്ടോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഉദ്ദേശിച്ച രീതിയിലൊന്നുള്ള സാമ്പത്തികമോ ജോലിയോ അവർക്ക് ലഭിക്കാത്തത് കൊണ്ട് നിങ്ങളെങ്കിലും പോയി നല്ല രീതിയിലാകട്ടെ എന്ന് വിചാരിച്ച് മനഃപൂർവ്വമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കി
കൊണ്ടാണ് വിടുന്നത്. പക്ഷേ അവർ സന്തോഷത്തോടെ അല്ല മാറി നിൽക്കുന്നത്. അവർക്ക് ഒരുപാട് ഡിപ്രഷനുണ്ട്. നിങ്ങളെ വിട്ടയക്കുന്നതിൽ അവർ തകർന്ന അവസ്ഥയിൽ കൂടിയാണ്. ഓക്കെ, അത് ആരുടെ എനർജിയുമാകാം, നിങ്ങളുടെ എനർജിയും ആകാം. ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്തുകൊണ്ടാണ് ഇവിടെ 7 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ചില വ്യക്തികൾ നിങ്ങൾക്കിപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നെ വിളിക്കരുത്, ബ്ലോക്കിലാണ്, എന്നെ വിളിക്കരുത്, സംസാരിക്കരുത്, എന്നെ കാണാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ലിമിറ്റേഷൻ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൗണ്ടറി നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ എനർജിയാണ്. ഓക്കെ, ഇപ്പോൾ അവർ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സണായിരിക്കാം. ഇപ്പം നിങ്ങളിലേക്ക് ശ്രദ്ധിക്കാനൊന്നും അവർക്ക് വലിയ താല്പര്യമില്ല. അവർ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവരിപ്പോൾ വിചാരിക്കണം ശാന്തിയും സമാധാനവും എല്ലാം സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട്. ഹാങ്ഡ് മാനാണ്. ഇപ്പോൾ അവർക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സമയം മറ്റുള്ള വ്യക്തികൾക്ക് കൊടുക്കുന്നതിൽ താല്പര്യമില്ല. മോട്ടിവേഷനുള്ള ക്ലാസ്സുകളും മറ്റും അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ സെൽഫ് ലവിനെ കുറിച്ചുള്ള എവിടെന്നെങ്കിലുമൊക്കെ കേട്ടിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് സ്നേഹിക്കുക എന്ന് വിചാരിച്ചിട്ട് കൂടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം ഓടിച്ചിട്ട് സ്വന്തമായിട്ട് സ്നേഹിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. കാരണം ഓരോ വ്യക്തികൾ കൊടുക്കുന്ന മെസ്സേജ് മറ്റൊരു വ്യക്തിയുടെ തലച്ചോറിൽ എത്തുന്നത് വേറൊരു രീതിയിലാണ്. സെൽഫ് ലവ് ചെയ്യണമെന്ന് വിചാരിച്ച് ആരെങ്കിലും മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ കൂടെ നിൽക്കുന്ന പാർട്ട്ണറെ എല്ലാം ഓടിച്ചുകൊണ്ട് ഒരുപാട് ഭക്തിയുടെ മാർഗത്തിലോട്ടൊക്കെ കടന്നു പോയിട്ട് ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസനെ പോലെയൊക്കെ ആയിട്ടുള്ള ചില പേഴ്സണെ ഇവിടെ കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം മനസ്സിൽ വെച്ച് ഇപ്പോൾ ഐസൊലേഷനാണ്, എനിക്കിപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി, ഇത്രയും നാൾ കൂട്ടും സന്തോഷമൊക്കെ ഉണ്ടായി മതിയായി, ഇനി ആരും എൻ്റെ പിറകെ വരണ്ട. അവർക്ക് വേറെ റിലേഷനും കാര്യങ്ങളൊന്നുമില്ല. അവരിപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്രീനിവാസനായിട്ട് നിൽക്കുകയാണ്. അത് കാരണം നിങ്ങൾ ഇച്ചിരി നേരത്തേക്ക് അവരുടെ വഴിക്ക് വിടുക. അത് മടുക്കുന്ന ഒരു സമയം വരും, അപ്പോഴത്തേക്ക് തിരിച്ചു വന്നോളും. ഹാങ്ഡ് മാനാണ്. ഓക്കെ, അപ്പം ഇതിൽ ചതിയുണ്ട്. അപ്പം നിങ്ങളുടെ എനർജി ഇതിൽ ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. അപ്പോൾ ഇത് റെസനേറ്റ് ആകുന്ന ഒരു കമൻറ്റ് ചെയ്യുക. ഇതിൽ ഏത് എനർജിയാണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഇതുപോലെ ഒരു എനർജി, ഒരു 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി സംഭവിക്കട്ടെ. എന്തായാലും ഒരു റീയൂണിയൻ ഉണ്ട്. വളരെ നല്ല ഒരു എനർജിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രശ്നങ്ങളും എല്ലാം അവസാനിക്കാൻ പോകുകയാണ്. ഓക്കെ, വാക്സ് റിലേറ്റ് ചെയ്ത് പറയുന്നതും അത് തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ ഒരുമിച്ച് ആകാൻ പോകുന്നു. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മല പോലെ നിന്നിരുന്ന പല സംഭവങ്ങളും ഉരുകി മാറാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾക്ക് അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ മെൽറ്റായി തന്നെ തീരും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ക്ലൂസും കൂടി എടുക്കാം. ഇവിടെ എല്ലാ രാശികളും വന്നിട്ടുണ്ട് കേട്ടോ. ഏരീസ് മുതൽ സ്പൈസീസ് വരെയുള്ള എല്ലാ രാശികളും വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലൂസ് നോക്കാം. ഒറ്റപ്പാലം, 1988, KB34, രാഷ്ട്രീയം, BD, ഫയർഫോഴ്സ്, ചങ്ങനാശ്ശേരി, R&C, Y, 2016, ഹോണ്ട, പുൽപ്പള്ളി, പൂരിട്ടാതി നാളാണ്, വെള്ള ഹാൻഡ് ബാഗ്, കോഴിക്കോട്, ഏലത്തൂർ, P എന്ന് പറയുന്ന ലെറ്റർ, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വർക്കോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജോലിയോ ആയിരിക്കാം. ഫോൺ നമ്പർ ലാസ്റ്റ് 2, 2005, 2011, 1986, കാർത്തിക നക്ഷത്രം, പേരും കാർത്തിക ആകാം. ആരെങ്കിലും ഈ ഒരു സമയത്ത് റിലേഷനിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ റിലേഷനിലോ എന്തെങ്കിലും ഒരു ഇടത്ത് അങ്ങനെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളുണ്ടായിരിക്കാം. 7, 9, 12, പാല എന്ന് പറയുന്ന സ്ഥലം, അഡ്വക്കേറ്റ്, ബാലുശ്ശേരി, 6 എന്ന് പറയുന്ന ലെറ്റർ, കാട്ടാക്കട, പത്തനംതിട്ട, നെടുങ്ങോലം, ചിത്തിര നക്ഷത്രമായിരിക്കാം, ദുബായ്, SVR, ഓരോ ലെറ്ററും എടുക്കാം. ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ആരുടെയെങ്കിലും വീട്ടിലൊരു ഗ്ലാസ് അങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരിക്കാം, അതൊരു ക്ലൂസ് ആയിട്ട് എടുക്കുക. തുളസി, നിങ്ങളുടെ വീട്ടിൽ തുളസി ഉണ്ടായിരിക്കാം, തുളസി തറയുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ 46, 53 ഏജ് ആയിരിക്കാം. അധ്യാപകൻ, വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലിയുള്ള വ്യക്തി ആയിരിക്കാം. ഡ്രൈവർ, സ്ഥലം ഇടുക്കിയിലുള്ള ഡ്രൈവറും ആകാം. NS 2 ലെറ്ററായിട്ട് എടുക്കുക. ഓക്കെ, ടീച്ചർ വീണ്ടും വന്നിട്ടുണ്ട്. 1990, 94, സോൾമേറ്റ് വന്നിട്ടുണ്ട്. സോൾമേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് പാരിപ്പള്ളിയും കൂടി വന്നിട്ടുണ്ട്. ഈ സോൾമേറ്റ് ടിൻ ഫ്ലെയിമും എന്താണെന്ന് അറിയാത്തവർക്ക്, ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആത്മാവിനെ
സൃഷ്ടിയുടെ സമയത്ത് രണ്ടായിട്ട് വിഭജിച്ചിട്ട് 2 ശരീരങ്ങളിലാക്കിയിട്ട് വിടുന്നതിനെ നമ്മൾ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നു. സോൾമേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾക്ക് മുൻ ജന്മങ്ങളിൽ അല്ലെങ്കിൽ ഈ ജന്മങ്ങളിലോ മുൻ ജന്മങ്ങളോ സോളുകൾ തങ്ങളിൽ ഒരു കണക്ഷൻ ഉണ്ടാകും. അപ്പം ആ ഒരു കണക്ഷനിൽ വരുന്ന വ്യക്തികളാണ്. ശത്രുക്കളുണ്ടാകും, നമ്മളോട് പക പോക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും ജന്മം എടുത്ത് വന്ന സോളുകളുണ്ടാവും. അവരൊക്കെ നമ്മൾ അറിയത്തില്ല. ഒന്ന് ചിരിച്ച് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളോട് ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ ഏറ്റവും വലിയ ട്വിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്ന് ചേരും. പക്ഷേ അവസാനം ഇടി കിട്ടുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഇത് നമ്മളുടെ സോൾമേറ്റിൽ പെടുന്ന ശത്രുപക്ഷത്തുള്ള വ്യക്തിയാണെന്ന്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല സ്നേഹത്തിലും ഒരേ സ്വഭാവത്തിലും നല്ല സ്നേഹത്തിലും ഒത്തൊരുമയോടുകൂടി കടന്നു പോകുന്നത് ട്വിൻ ഫ്ലെയിമുകാരായിരിക്കും. ആ ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമേ നമുക്കത് ലഭിക്കൂ. അങ്ങനെ ലഭിക്കുന്നവർ തന്നെ അധിക നാൾ ജീവിച്ചിരിക്കാറില്ല. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപൂർവങ്ങളിലാണ് ചില വ്യക്തികൾ ഇരട്ട കുട്ടികൾ ജീവനോടെ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് വ്യക്തികൾക്കും നമുക്ക് ഇരട്ടകളിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളതിൽ വരുന്നതാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിമിലും വരുന്നത് അങ്ങനെ തന്നെയാണ്. അപൂർവങ്ങൾ മാത്രമാണ് ഒന്ന് ചേർന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത്. നമ്മുടെ ജ്യോതികയും സൂര്യനെയും പോലെയുള്ള വ്യക്തികൾ എല്ലാവർക്കും ആ ഒരു ഭാഗ്യം കിട്ടത്തില്ല. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത നോക്കാം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ച് നൈംസാണ്, ഞാൻ രണ്ട് ഇതിലാക്കി. ജമീല, ദിവ്യ, സണ്ണി, അരുണിമ, അജി, സുനിത, ബിന്ദു, രഞ്ജിത്ത്, ദിവ്യ, അഖിൽ, സുമി, ബിജു, ശാലു, രാഹുൽ, മുഹറിനിസ, ഇബ്രാഹിം, സജിമോൾ, രശ്മി, ശങ്കരനാരായണൻ, ബിജു, ജിഷ, പോൾ, ശ്യാംകുമാർ, സാം, ഷീബ, സ്വപ്ന, ഒള്ളി, ക്യാഷിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്യാഷ് കിട്ടിയതോടുകൂടി നിങ്ങളുടെ ബന്ധം അവസാനിപ്പിച്ച വ്യക്തികളുണ്ടെങ്കിൽ, സലീം, ലിജി. ഓക്കെ, ഇത് പേര് വരാത്ത ആൾക്കാർക്കും ഇത് പറഞ്ഞിട്ടുള്ളത് പോലെ സോഡിയാക് സൈൻ നിങ്ങൾക്ക് ഫുൾ സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് റെസനേറ്റ് ആകും. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കട്ടെ ഇനിയുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ജീവിതം മറിയട്ടെ. എല്ലാ അനുഗ്രഹവും സാമ്പത്തിക അനുഗ്രഹവും എല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. യൂണിവേഴ്സിൻ്റെ ഏറ്റവും ശക്തിയേറിയ എനർജി ഈ വീഡിയോ കാണുന്ന ഓരോരോ വ്യക്തികളിലും ഉണ്ടായിരിക്കട്ടെ. താങ്ക് യു.